Hello, welcome to another episode of Simply Healthy. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ദോശയാണ്. ഈ ദോശയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് കോൾഡ് സ്റ്റഫ്ഡ് വീറ്റ് ദോശ. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് പറയാം. ഞാൻ സ്റ്റഫിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. ഇത് 1 ബൗൾ മിൻസ്ഡ് ചിക്കൻ ആണ്. ഇത് 1 ഓണിയൻ സ്ലൈസ് ചെയ്തത്, പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, പിന്നെ ഗ്രീൻ ചില്ലി സ്ലൈസ് ചെയ്തത്. പിന്നെ നമ്മൾക്കിത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്ത് എടുക്കാം. 1/2 കപ്പോളം വീറ്റ് ഫ്ലോർ, ഒരു 2 ടീസ്പൂൺ റൈസ് ഫ്ലോർ എടുത്തേക്കണം. കാരണം റൈസ് ഫ്ലോർ ഇടുമ്പോൾ ഒരു തിൻ ടെക്സ്ചർ വരും നമ്മുടെ ദോശയ്ക്ക്. പിന്നെ അത് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് ഒരു ദോശ ബാറ്റർ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ദോശ സ്റ്റഫ് ചെയ്യാനുള്ള മിക്സ് ഉണ്ടാക്കാം. പാൻ ചൂടായി കഴിഞ്ഞു. നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓണിയൻ ഇടാം. നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക്കും ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് സോട്ട് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല. ഓക്കെ, ഇനി ഞാൻ ഇടാൻ പോകുന്നത് മിൻസ്ഡ് ചിക്കനാണ്. അത് ചിക്കൻ ഞാൻ ബോയിൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തതാണ്. ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് 1 ടൈം ഒറ്റ തവണ ഒരു മിക്സിയിൽ ഒരു ബ്ലെൻഡ് ചെയ്താൽ മതി. നന്നായിട്ട് അത് മിൻസ്ഡായി കിട്ടും. ഇപ്പോൾ നല്ലപോലെ മുരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബേണർ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റഫ് ചെയ്യാനുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ദോശ ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമ്മൾ ഒരു 1/2 കപ്പോളം വീറ്റ് ഫ്ലോർ ഇട്ടു. പിന്നെ നെക്സ്റ്റ് റൈസ് ഫ്ലോർ കുറച്ച് ചേർത്തു. ഇനി ആവശ്യത്തിന് വെള്ളവും സോൾട്ടും ഇട്ടിട്ട് കട്ടിയിൽ ബാറ്റർ തയ്യാറാക്കാം. നമ്മുടെ ദോശക്കുള്ള ബാറ്റർ തയ്യാറായിരുന്നത് ഈ ഒരു ലെവൽ കൺസിസ്റ്റൻസി വേണം. ബാറ്റർ ഒഴിക്കാം. ഈ ബാറ്റർ പരട്ടിയ ഉടനെ തന്നെ നമുക്ക് ആ സ്റ്റഫിങ് ഇടാം. അപ്പോൾ അതുമ്മ ഒട്ടി ഇരുന്നോളും. നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. അപ്പോൾ ഞാനത് ഫ്ലിപ്പ് ചെയ്തു. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. സ്റ്റഫ്ഡ് വീറ്റ് ദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനത് 2 രീതിയിലാണ് പ്രിപ്പയർ ചെയ്തത്. ഒന്ന് ദോശ ബാറ്റർ ഒഴിച്ചിട്ട് അതിൻ്റെ മീതെ സ്റ്റഫിങ് ഇട്ടിട്ട് ചുട്ടെടുത്തത്. രണ്ടാമത്തെ ആ ദോശ ബാറ്ററിൻ്റെ കൂടെ തന്നെ ആ സ്റ്റഫിങ് മിക്സും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ദോശ ഉണ്ടാക്കി. അപ്പോൾ അത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇച്ചിരൂടെ കട്ടിയായിരിക്കും. ഇത് നമ്മുടെ ആസ് യൂഷ്വൽ നമ്മൾ ഗോതമ്പ് ദോശയുടെ കൂടെ മിക്സിങ് വെച്ച് കഴിക്കുന്ന പോലെ ഉള്ളൂ. സ്റ്റഫ്ഡ് വീറ്റ് ദോശ പ്രിപ്പയർ ചെയ്തു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതൊരു വളരെ ഹെൽത്തി ആയിട്ടൊരു ഡിഷ് കൂടിയാണ്. ബിക്കോസ് ചിക്കൻ ഉണ്ട്, നമുക്ക് എല്ലാ സ്റ്റഫിങ് കൂടി ഇട്ടിട്ട്, പിന്നെ വീറ്റ് ഓഫ് കോഴ്സ് നല്ലതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ തരാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ സ്റ്റേ സിംപ്ലി ഹെൽത്തി.